من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم സമാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമുക്കറിയാം, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ ജുമുഅ ദിവസമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറയാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് പുണ്യങ്ങളുമായി വന്ന റമളാൻ, ആ റമളാൻ യഥാർത്ഥത്തിൽ നമ്മളോട് വിട പറയുമ്പോൾ ആ റമളാൻ കൊണ്ട് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചോ എന്നതാണ് ഈ അവസാന ദിനരാത്രങ്ങളിൽ ഒരു ആത്മപരിശോധനക്ക് വിധേയമാക്കേണ്ടത്. പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുത്തുന്ന വിഷയമാണ് എന്തിനാണ് ഈ നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിന് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു തഖ്വയും സൂക്ഷ്മതയും കൈവരിക്കുവാൻ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ്. പരിശുദ്ധ റമളാൻ മാസം യഥാർത്ഥത്തിൽ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു മാസക്കാലം. നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണം, നമുക്ക് കുടിക്കുവാൻ വേണ്ട വെള്ളം നമ്മുടെ കൺമുന്നിലുണ്ട്, വീട്ടിലുണ്ട്, അരികത്തുണ്ട്. റമളാനിന്റെ പകലുകളിൽ നമ്മൾ മാറി നിന്നു. നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മുടെ ഇണയും തുണയും നമ്മുടെ അരികിലുണ്ട്. റമളാനിന്റെ പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ അതിൽ നിന്ന് മാറി നിന്നു.
എന്റെ ഇഷ്ടത്തെ, എന്റെ ആഗ്രഹത്തെ, എന്റെ മനസ്സിന്റെ തേട്ടത്തെ, എന്റെ ശരീരത്തിന്റെ ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടി എന്തും ഞാൻ ത്യജിക്കാൻ സന്നദ്ധമാകുമെന്ന ആ ഒരു തയ്യാറെടുപ്പായിരുന്നു പരിശുദ്ധ റമളാൻ മാസം. ആ രൂപത്തിൽ തഖ്വയെ കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചോ എന്ന പരിശോധന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പും അതുപോലെ തന്നെ നമസ്കാരങ്ങളും രാത്രി നമസ്കാരവും സദഖകളും സകാത്തും ഉൾപ്പെടെ എല്ലാം നാം നിർവഹിച്ചു എന്ന നിർവൃതിക്കപ്പുറത്ത് നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രൂപത്തിലായിരുന്നോ എന്റെ നോമ്പ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആമാശയത്തിന് മാത്രമായിരുന്നു നോമ്പുണ്ടായിരുന്നത്. അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഖൗലു സൂരി വ ഫിഅലു സൂർ, മോശപ്പെട്ട വാക്കും വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള മൊത്തത്തിലുള്ള ഒരു നോമ്പെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്റെ നമസ്കാരങ്ങൾ ആ രൂപത്തിലായിരുന്നോ എന്നെല്ലാം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ തഖ്വയോടുകൂടെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ആദ്യമായി നടന്ന കൊലപാതകം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ ഒരു മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയതാണ്. ഇവർ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നേർച്ച ചെയ്തു. ഒരു മകനിൽ നിന്ന് മാത്രമാണ് അല്ലാഹ് സ്വീകരിച്ചത്, മറ്റേ മകനിൽ നിന്ന് സ്വീകരിച്ചില്ല. ഈ സ്വീകരിക്കപ്പെട്ട മകനോട് അസൂയ വെച്ച് മറ്റേ മകൻ ഇയാളെ കൊന്നുകളയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് സൂചിപ്പിച്ചത് സ്വീകരണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതീശാധികാരമാണ്. നമ്മൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം അല്ലാഹ് സ്വീകരിക്കുകയില്ല. രണ്ട് മക്കളും നേർച്ച ചെയ്തു, പക്ഷെ ഒരാളിൽ നിന്നേ സ്വീകരിച്ചുള്ളൂ. നമ്മളെല്ലാവരും നോമ്പെടുത്തു, എല്ലാവരുടെ നോമ്പും സ്വീകരിക്കണമെന്നില്ല. നമ്മളെല്ലാവരും രാത്രിയിൽ നിന്ന് നമസ്കരിച്ചു, നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം സ്വീകരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത്, വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലസ്സഹർ. എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പുകൊണ്ട് അനുഭവിച്ച ദാഹമല്ലാതെ വിശപ്പല്ലാതെ അള്ളാന്റെ കോടതിയിൽ അവർക്കൊന്നുമില്ല, യാതൊരു പ്രതിഫലവുമില്ല. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് നിന്ന് നമസ്കരിക്കുന്നത്, ആ നിസ്കാരം കൊണ്ട് അനുഭവിച്ച ക്ഷീണമല്ലാതെ ഒഴിവാക്കിയ ഉറക്കല്ലാതെ അള്ളാന്റെ കോടതിയിൽ അവർക്ക് യാതൊരു വിഹിതവുമില്ല. ഈ രൂപത്തിലുള്ള നിസ്കാരമായിരുന്നു നമ്മുടെ നിസ്കാരം, ഈ രൂപത്തിലുള്ള നോമ്പായിരുന്നു നമ്മുടെ നോമ്പ്. തഖ്വ കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ സ്വർഗം സമീപസ്ഥമാക്കി പിടിക്കുന്ന ആ മുത്തഖീങ്ങളിൽ പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. നാളെ സ്വർഗമതാ വിദൂരതയിലല്ലാതെ സമീപസ്ഥമായി കൊണ്ടുവരപ്പെടുന്നത് മുത്തഖീങ്ങൾക്കാണ്. അവരുടെ പ്രത്യേകത എന്താ? ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചവരാ, ചെയ്തുപോയ തെറ്റുകൾ റബ്ബിനോട് പറഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങിയവരാ. ആ രൂപത്തിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുവാൻ ഈ റമളാനിലെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാത്രികളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോ പാപം ചെയ്യുന്നവരുടെ പാപങ്ങൾ, ആ പാപങ്ങൾ ഏറ്റുപറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ തയ്യാറായി നിൽക്കുമ്പോ അല്ലാഹുവിനോട് ഏറ്റുപറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അത് ബോധ്യപ്പെടുത്തുകയാ. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളോട് പറയാൻ, റസൂലിനോട് പറയുകയാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ
റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, സ്വന്തം ശരീരങ്ങളോട് അതിർവിട്ടുപോയ തെറ്റിനാൽ, കൂമ്പാരമായ തെറ്റുകളാൽ സ്വന്തം ശരീരത്തോട് അതിര് കവിഞ്ഞുപോയ എന്റെ അടിയാറുകളോട് പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾക്ക് നിരാശ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരുന്നതാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, കരുണാപരിധിയ. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു തഹ്രീം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, സത്യവിശ്വാസികളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുകയാണ്, ആത്മാർത്ഥമായി നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക, ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്യുക, ചെയ്തുപോയ തെറ്റുകൾ തെറ്റാണെന്ന് അംഗീകരിക്കുക, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, അല്ലാഹുവോടത് ഏറ്റുപറയുക. അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹുൻ നബിയ്യ വല്ലദീന ആമനൂ മഅഹു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരും. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, എത്രമാത്രം കൊടിയ തെറ്റാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ തെറ്റ് പുറത്തു തരുന്നതാ. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ആ ഒരു സ്വർഗത്തിലേക്ക് നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഒരിക്കലും തന്നെ നിങ്ങളെയോ പ്രവാചകനെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കുന്നതല്ല ആ ദിവസം. അല്ലാഹുവിന്റെ പ്രവാചകനെയും ആ പ്രവാചകനിൽ വിശ്വസിച്ച നിങ്ങളെയും അല്ലാഹ് അപമാനിക്കാത്ത ദിവസം, നിങ്ങളുടെ പാപങ്ങൾ രഹസ്യമായി നിങ്ങൾ ചെയ്തതും പരസ്യമായി നിങ്ങൾ ചെയ്തതും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാ, നിങ്ങളെ അപമാനിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവോട് ഏറ്റുപറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പൊട്ടിക്കരയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബഅദഹു അല്ലാഹ്. ഒരാൾക്കൊരു റമളാൻ ലഭിക്കുകയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ വിദൂരത്തിലാക്കട്ടെ. അപ്പൊ റമളാനിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഒരു റമളാൻ മുഴുവൻ ആഫിയത്തോടുകൂടെ കിട്ടിയിട്ടും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപം നമ്മുടെ മേലുണ്ട്. വസഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ ثم انسلخ قبل ان يغفر له. വാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാ, ഒരുവനിലേക്ക് റമളാൻ പ്രവേശിക്കുകയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് അത് ഊരിയെടുക്കപ്പെടുകയും ചെയ്താൽ അവൻ നശിച്ചു പോകട്ടെ. ورغم أنف رجل دخل عليه رمضان ثم انسلخ قبل أن يغفر له. ഒരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ട് ആ പരിശുദ്ധ റമളാനിന്റെ പുണ്യം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ പര്യാപ്തമായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതാ. കാരണം പാപപരിഹാരമായി ഒരുപാട് കാര്യങ്ങൾ ഈ റമളാൻ മാസത്തിൽ പ്രത്യേകമായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഈ റമളാൻ മാസത്തിൽ കേട്ട ക്ലാസ്സുകളിലില്ല, നമ്മൾ കേട്ട ഹദീസുകളുണ്ട്. 3 ഹദീസുകൾ, ഒരേ രൂപത്തിൽ വരുന്ന ഹദീസുകൾ. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും ആരാണോ റമളാനിൽ നോമ്പെടുക്കുന്നതോ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുന്നതാ. മറ്റൊരു ഹദീസ് ഇതാ, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും റമളാനിന്റെ രാത്രികളിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, ഖിയാമു റമളാൻ നിർവഹിച്ചാൽ, തറാവീഹ് നിർവഹിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹ് പുറത്തു തരുന്നതാ. ഇനി അവിടുന്നും വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു, ഒറ്റ ദിവസം മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ,
നിങ്ങൾ നിസ്കരിച്ച രാത്രി നമസ്കാരമുണ്ടല്ലോ, അത് ലൈലത്തുൽ ഖദറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ലൈലത്തുൽ ഖദറും നിങ്ങളുടെ രാത്രി നമസ്കാരവും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ആ ഒറ്റ നിസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു തരുന്നതാ. അത്രമാത്രം ഈ പാപ പരിഹാരത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, എന്നിട്ടും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഈ രൂപത്തിലുള്ള പരിശുദ്ധ റമളാനിന്റെ പുണ്യം കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അവിടെയാണ് അള്ളാഹുവിന്റെ ശാപത്തിനും അള്ളാഹുവിന്റെ കോപത്തിനും വിധേയരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരിക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അൻ അനസ് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ഇബ്നു ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. ആ തെറ്റു ചെയ്യുന്നവരിൽ ഉത്തമരെന്നാൽ ഖേദിച്ചു മടങ്ങുന്നവരാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്ത തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അൻ ഇബ്നു ഉമർ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. ജനങ്ങളെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങുക, അള്ളാഹുവിങ്കിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. നിശ്ചയം ഓരോ ദിവസവും ഞാൻ അള്ളാഹുവിങ്കിലേക്ക് 100 പ്രാവശ്യം ഖേദിച്ചു മടങ്ങുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറയുന്നത്, അത്തായിബു മിനദ് ദംബി കമല്ലാ ദംബ ലഹു. തെറ്റു ചെയ്യുന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം, പശ്ചാത്തപിച്ചു മടങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തിന്മയും ചെയ്യാത്തവനെ പോലെ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ആ രൂപത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എത്ര കണ്ട് പുലർത്തി എന്നൊരു ആത്മപരിശോധന ആ പരിശുദ്ധ ഖുർആനിന്റെ പേജുകളിലൂടെ, അതിന്റെ വചനങ്ങളിലൂടെ, അതിന്റെ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധനയുടെ സമയമാണ്. ഈ രൂപത്തിൽ ഒരു റമദാൻ വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ തഖ്വ എന്താണ്? നമ്മുടെ തഖ്വയിൽ ഏത് രൂപത്തിലാണ് മാറ്റം വന്നത്? നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാൻ ഈ റമദാൻ മാസത്തിൽ നാം ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട്, നാം നേടിയെടുത്ത വിശ്വാസം കൊണ്ട് നമ്മുടെ ഈമാനിനെ പുതുക്കുവാൻ, കേട്ട ക്ലാസുകൾ കൊണ്ട്, ഖുതുബകൾ കൊണ്ട് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചോ എന്ന ആത്മപരിശോധന. കുടുംബ ബന്ധങ്ങളെ ചേർക്കുവാൻ, ശഹ്റുൽ മുവാസാത്ത്, ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന മാസമെന്ന് പഠിപ്പിച്ച ഈ മാസത്തിൽ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാൻ ഈ റമദാൻ മാസത്തിൽ നമുക്ക് സാധിച്ചോ എന്ന ആത്മപരിശോധന. ഓരോ ദിവസവും ഓരോ രാത്രിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകക്കാരനെ സ്വർഗ്ഗക്കാരനാക്കി മാറ്റുകയും അവന്റെ ലിസ്റ്റ് വെട്ടിക്കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് മാറ്റി പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റമദാനിന്റെ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പാപമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന. പ്രിയപ്പെട്ടവരെ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ, 80 ചില്ലാനം വർഷം ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച രാത്രി, ആ രാത്രി കടന്നു പോയോ എന്ന് നമുക്കറിയില്ല. ഇനിയും ആ രൂപത്തിലുള്ള പവിത്രമായ രാത്രികൾ നമ്മുടെ മുന്നിലുണ്ട്. പവിത്രമായ രാത്രികൾ ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ രാത്രികളെ സജീവമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭജനമിരിക്കുവാൻ, ഇഅ്തികാഫിരിക്കുവാനും, അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ അതിനെ പ്രതീക്ഷിക്കുവാനും, അള്ളാഹുവിനോട് ദുആ ചെയ്യുവാനും, ദിക്റിലായി കൊണ്ട് കഴിച്ചു കൂട്ടുവാനും സാധിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന. ഇല്ലെങ്കിൽ ഇനിയുള്ള രാത്രികളെങ്കിലും എനിക്കതിന് സാധിക്കുമോ എന്ന ഒരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ട സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ആ രാത്രികളിൽ നിങ്ങൾ ചൊല്ലേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച സ്വീകരിക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരേണമേ എന്ന പ്രാർത്ഥന, ആ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള രാത്രികളിലും, ഇനി പെരുന്നാളിലേക്ക് മനസ്സങ്ങ് മാറി, ആഘോഷത്തിലേക്ക് മനുഷ്യന്റെ മനസ്സങ്ങ് മാറിപ്പോകുന്ന ഒരു സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കർമ്മത്തിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് തുടക്കം നോക്കിയിട്ടല്ല. ഒരു അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് അതിന്റെ ആദ്യം നോക്കിയിട്ടല്ല, അവസാനം നോക്കിയിട്ടാണ്. ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, നിശ്ചയമായും പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് അതിന്റെ അവസാനത്തെ നോക്കിയിട്ടാ.
അതുകൊണ്ട് ഈ റമദാനിന്റെ അവസാനം വിട പറഞ്ഞു പോകുമ്പോ ഏത് രൂപത്തിലാണ് അതിനെ അവസാനിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചിട്ടാണ് അല്ലാഹു നമ്മുടെ അമലിനെ സ്വീകരിക്കുക. നമ്മുടെ നോമ്പുകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, ഈ മാസത്തിൽ നമ്മൾ ചെയ്ത അനുഷ്ഠാനങ്ങളെ, പ്രവർത്തനങ്ങളെയെല്ലാം അല്ലാഹു സ്വീകരിക്കുക അവസാനം നോക്കിയിട്ടാ. അതുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുമ്പോ ഏറ്റവും നല്ല രൂപത്തിൽ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അശ്രദ്ധമായിക്കൊണ്ട് ഈ പവിത്രമായ ദിനരാത്രങ്ങളെ തള്ളിവിടരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ആരംഭിച്ച നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ അവസാനിപ്പിക്കുവാനും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുമ്പോ അതിന് അനിവാര്യമായി നാം നേടിയെടുക്കേണ്ട പവിത്രത, തഖ്വ, അത് നേടിയെടുത്തുകൊണ്ട് ആ പരിശുദ്ധ റമദാനിന്റെ എല്ലാ അംശങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് പ്രതിഫലങ്ങളെല്ലാം നേടിക്കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പുണ്യത്തെ കരസ്ഥമാക്കിക്കൊണ്ട് ഈ റമദാനിനോട് സലാം ചൊല്ലാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ടത് ഒരു അമല് ചെയ്തല്ലോ എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാവും. ഞാൻ ഒരുപാട് സദഖകൾ നൽകിയല്ലോ, ഞാൻ സക്കാത്ത് നൽകിയല്ലോ, ഞാൻ നോമ്പെടുത്തല്ലോ, ദിക്റുകൾ ചൊല്ലിയല്ലോ, നമസ്കരിച്ചല്ലോ എന്ന ആത്മവിശ്വാസമൊക്കെ നമുക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബിയും അള്ളാന്റെ കൽപ്പന ഒന്നുകൊണ്ട് മാത്രമാണ് കഅബയുടെ പണി പൂർത്തിയാക്കുന്നത്. ആ കഅബയുടെ പണി പൂർത്തിയാക്കിയപ്പോ അള്ളാഹ് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്തതല്ലേ, എന്തായാലും ഞങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയല്ല അവർ ചെയ്തത്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഇബ്രാഹിം നബിയും മകനും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. അല്ലാഹ് പറഞ്ഞതുകൊണ്ട് ചെയ്ത പ്രവർത്തനമായിട്ട് പോലും ആ പ്രവർത്തനത്തിന് ശേഷം അവർ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നിശ്ചയമായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഈ ഒരു ദുആ നമ്മിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഫിത്ർ സക്കാത്തിന്റെ വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി വതുഅമതൻ ലിൽ മസാകീൻ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് നോമ്പിൽ അവന് ചെറിയ ചെറിയ അപാകതകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, ചെറിയ ചെറിയ ന്യൂനതകളും ദോഷങ്ങളുമൊക്കെ നോമ്പ് എടുക്കുന്നതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടാവും. ആ ചെറുദോഷങ്ങൾക്കുള്ള ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ സക്കാത്തുൽ ഫിത്ർ. അതുപോലെ തന്നെ മിസ്കീനുകളായ സാധുക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭക്ഷണവും കൂടിയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. അപ്പോ ഫറള എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്, അത് സദഖ പോലെയല്ല, അത് നിർബന്ധമായ ഒരു കാര്യമാണ്. മൻ അദ്ദാഹാ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല വമൻ അദ്ദാഹാ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പഠിപ്പിച്ചു. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ അത് കൊടുത്തു വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്തായി അല്ലാഹ് പരിഗണിക്കും. ഇനി ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് സക്കാത്ത് ആവില്ല. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സക്കാത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടില്ല. അത് കേവലം സ്വതക്ക മാത്രമേ ആവൂ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാധ്യത വീടുകയില്ല. അതുകൊണ്ട് ഇത് സക്കാത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സക്കാത്തിന് കൃത്യമായി മഹല്ല് സംവിധാനം നിശ്ചയിച്ച രൂപത്തിൽ അത് കൃത്യമായി ആളുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് തന്നെ അത് കൃത്യമായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു
അവസാനത്തെ മഗ്രിബിന് മുമ്പ്, റമദാനിന്റെ അവസാനത്തെ മഗ്രിബിന് മുമ്പ് പിറന്ന ചെറു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി പോലും ആ സക്കാത്തുൽ ഫിത്റിന്റെ രൂപത്തിൽ അതിൽ ഉൾപ്പെടും, അതിന്റെ എണ്ണത്തിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നൽകുക. ഒരു സ്വാഅ് ഭക്ഷ്യവസ്തുവാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. അത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ് വിതരണം ചെയ്യാറുള്ളത്. അപ്പൊ മഹല്ല് സംവിധാനം എങ്ങനെയാണോ തീരുമാനിച്ചത് ആ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി അത് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്, പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ഉളുഹിയത്തിന്റെ ബലിമാംസവും ഫിത്ർ സക്കാത്തിന്റെ അരിയും ഒരേപോലെയാണ്. ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കണം. ഉളുഹിയത്തിന്റെ ബലിമാംസം നാട്ടിലുള്ള എല്ലാ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണ്. എന്നാൽ ഫിത്ർ സക്കാത്തിന്റെ അരി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചാണ് കൊടുത്ത് അതിന്റെ ഡബിൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്ന പരിപാടിയല്ല. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതും സക്കാത്താണ്. സക്കാത്തിന്റെ അവകാശികളായ 8 അവകാശികളെ പഠിപ്പിച്ച അതേ അവകാശികൾ മാത്രമേ ഫിത്ർ സക്കാത്തിന്റെ അരിയും വാങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് അർഹതപ്പെട്ടതല്ല. നിങ്ങൾക്ക് ഒരിക്കലും അത് അർഹതപ്പെട്ടതല്ല. സക്കാത്തിന്റെ അവകാശിയാണോ, ഈ 8 വിഭാഗങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ പെടുന്നുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഇനത്തിൽ അവർ ഉൾപ്പെടില്ല. കൊടുക്കുന്ന കമ്മിറ്റിക്കാരും വാങ്ങുന്ന ജനങ്ങളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം 2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങൾ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമുക്കറിയാം, റമദാൻ മാസം അവസാനിക്കാൻ പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയുടെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു റമദാനിൽ. 2-3 ദിവസം കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നതിനൊന്നും ഈ കൂലി കിട്ടൂല, ഈ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഈ റമദാൻ തീരുന്നതിന് മുമ്പ് കൃത്യമായി നൽകാൻ ഉദ്ദേശിച്ചതൊക്കെ നൽകുക. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണ്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹകരിക്കണം. മറ്റൊന്ന് 2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയിൽ നമുക്കറിയാം AC ഇടക്ക് ഓഫായി പോവുകയാണ്. കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഖബർസ്ഥാനുള്ള ഒരു പള്ളി എന്നുള്ള നിലക്ക് ഏത് സമയവും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചത് ഒരു ജനറേറ്റർ എന്ന രൂപത്തിൽ ഒരു തീരുമാനത്തിലെത്തി. 7.5 ലക്ഷം രൂപയാണ് അതിന് വരുന്നത്. അതിൽ 4 ലക്ഷം രൂപ നമുക്ക് സ്പോൺസർഷിപ്പായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി 3.5 ലക്ഷം രൂപ കൂടെ അതിന് ബാക്കിയുണ്ട്. ഓരോരുത്തരും പള്ളിയിലേക്കാണ് എന്ന ഒരു മനസ്സ് കരുതിക്കൊണ്ട് തന്നെ ഓരോ കുടുംബങ്ങളും കഴിവിന്റെ പരമാവധി അതുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഈദ്ഗാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈദിന്റെ മുസല്ലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വതക്ക കരുതിക്കൊണ്ട് തന്നെ വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിയുടെ പ്രബലമായ സുന്നത്താണ് അവിടെ സ്വതക്ക നൽകുക എന്നുള്ളതും ആ സ്വതക്ക സ്വീകരിക്കുക എന്നുള്ളതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടവണ്ണയും പരിസര പ്രദേശത്തുമായി ധാരാളക്കണക്കിന് കിഡ്നി രോഗികളുണ്ട്. അപ്പൊ ഇടവണ്ണ സീതി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി ഒരു ഡയാലിസിസ് സെന്റർ നമ്മൾ ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്കാണ് ഈദിന്റെ മുസല്ലയിൽ നമ്മൾ നടത്തുന്ന കളക്ഷൻ. അപ്പൊ പരമാവധി അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഒരുങ്ങി വരണം എന്ന് സ്ത്രീകളോടും കുട്ടികളോടും ആബാലവൃദ്ധം ജനങ്ങളോടും ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.